വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 27 തീയതി മെയ് മാസം 2026 രാവിലെ 7:27 ആയിട്ടുണ്ട്. ഇന്ന് പുതിയ കോൺട്രാക്ട് തുടങ്ങിയാണ്. അതായത് മന്ത്ലി കോൺട്രാക്ട് ഇന്നലെ മെയ് മാസത്തിൻ്റെ എക്സ്പയറി ആയി. ഇനി അതിനകത്ത് യാതൊരു കാര്യവുമില്ല. ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനകത്ത് അതും കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ എന്ത് കാണുന്നു, അത് എങ്ങനെ കാണുന്നു, അതിന് എക്സാമ്പിൾ ഇന്നലെ കൊടുത്തിരുന്നു. ഈ 2 സ്ട്രൈക്ക് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് കൊടുത്തിരുന്നു. ഇന്നലെ രാവിലെ വീഡിയോ കാണാത്തവർ പോയി കാണുക. എന്നിട്ട് അതിനകത്ത് ഇടുക ഇന്നലെ 24,150 പി അത് എങ്ങനെയാണ് സപ്പോർട്ട് എടുത്തത്. 84 നമ്മുടെ പ്രീമിയം പോയിന്റ് ഓഫ് കൺട്രോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കുറച്ച് ടെലഗ്രാം ചാനലിൽ റിപ്ലൈ വന്നിരുന്നു. എങ്കിലും ഇന്നലെ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം 24,150 പി എങ്ങനെ വർക്കായി എന്നുള്ളതും 23,950 സി എങ്ങനെ വർക്കായി എന്നുള്ളതും നിങ്ങൾ നോക്കുക. 84 എങ്ങനെയാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ അവിടെ വർക്ക് ചെയ്തത് എന്നുള്ളത് നോക്കുക. ഇത് കണ്ടിന്യൂവേഷൻ ചാർട്ട് ഇന്നലത്തെ ലെവൽ വീഡിയോയിൽ കൊടുത്തതാണ്. ഈ ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ഹാട്രിക്ക് നമ്മൾ ഇവിടെ പറയുകയാണ്. അത്രയും അക്യൂറസിയാണ് നമ്മളിവിടെ പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടും നിഫ്റ്റി ഫ്യൂച്ചറിൽ, സ്പോട്ടല്ല, നിഫ്റ്റി ഫ്യൂച്ചറിൽ കണ്ടിന്യൂഷൻ ചാർട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ലെവൽസ് കൊടുക്കുന്നത്. ഒരു 85% അക്യൂറസി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഇന്നലെ നമ്മൾ 23,965 ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നു. അവിടെ കറക്റ്റായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ഒരു സപ്പോർട്ട് 1.25 എടുത്തു. എന്നിട്ട് എവിടെയാണ് നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത്? 23,900 നമ്മൾ ആ കൊടുത്തിരുന്ന ലെവലിലാണ് അവിടെ എക്സാക്ട്ലി ക്ലോസ് ചെയ്തത്. അവിടെ സപ്പോർട്ട് എടുത്ത് അവിടെ ക്ലോസ് ചെയ്തു. ഇന്നലെ എക്സ്പയറി ആയി. സോ ഇതാണ് നമ്മൾ കാണേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി. നിങ്ങൾക്ക് വേറെ ഒന്നും ഇവിടെ മായാജാലങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. വെറുതെ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ, ഒരു നമ്പർ പറയുകയാണ്. ആ നമ്പർ നിങ്ങൾ മനസ്സിലാക്കുക, സെല്ലേഴ്സിൻ്റെ പേടി സ്വപ്നമാണ്. നമ്മൾ ഈ പറയുന്ന പ്രീമിയം എന്ന് പറയുന്ന ആ പ്രൈസ് ഉണ്ടല്ലോ, അത് പേടി സ്വപ്നമാണ്. ആ പ്രൈസിന് മുകളിൽ ആര് പോയാലും, സിഇ പോയാൽ സി സെല്ലർ പേടിക്കും, പി പോയാൽ പി സെല്ലർ പേടിക്കും. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് റെഗുലറായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ സിമ്പിളായിട്ടൊരു പാക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ എവിടെയും കിട്ടത്തില്ല. അത് ഞാൻ പ്രോമിസ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജൂൺ മാസത്തിൻ്റെ കോൺട്രാക്റ്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന 765 പേർക്കും അറിയാം, അല്ലെങ്കിൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം. നമ്മൾ എപ്പോഴും മാസം തുടങ്ങുന്ന ദിവസം, ഫസ്റ്റ് കോൺട്രാക്ട് തുടങ്ങുന്ന ദിവസം ആ മന്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ചാർട്ടാണ് നോക്കുന്നത്. അതിനുശേഷം ഫ്യൂച്ചർ കണ്ടിന്യൂഷൻ ചാർട്ടിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇന്ന് ഒരു ദിവസം മാത്രം നമ്മളിങ്ങനെ ആ ഒരു ലെവലിലോട്ട് നോക്കും. നമ്മൾ തംബ്ലൈൻ ഒന്നും കൊടുത്ത് ആൾക്കാരെ എന്താ പറയുക, മായാജാലത്തിൽ വീഴ്ത്തി അകത്ത് കൊണ്ടുവരുന്നില്ല. നമ്മൾ ഒരിക്കലും തമ്പനയിൽ ഇടുന്നത് വളരെ വളരെ റെയറാണ്. ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് തമ്പനയിൽ ഇടുന്നില്ല. ഞാൻ ആൾറെഡി പറയാറുള്ള പോലെ ഞാനൊരു എംപ്ലോയി ആണ്. ഒരു പാസീവ് ഇൻകം ഇതുകൊണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. മാസം എൻ്റെ ക്യാപിറ്റലിൽ ഒരു 20% എനിക്ക് പാസീവ് ഇൻകം വരുന്നുണ്ട്. അത് മതിയല്ലോ. 20% എന്ന് പറഞ്ഞാൽ ഒരു മാസം ഉഗ്രനല്ലേ. സോ അതും വളരെ സിമ്പിളായിട്ടുള്ള പാക്ക് ബേസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴുള്ള എൻട്രിയും എക്സിറ്റുമാണ്. ഓക്കെ, ഇത് ഇന്നത്തെ ചാർട്ടാണ്. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ജൂൺ മാസത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ചാർട്ടാണ്. ഇതാണ് ലെവല്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 186, 186. വീണ്ടും ഒരു വീഡിയോ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.